കേരളീയ നവോത്ഥാന നായകന്മാരിൽ ഉയർന്നു നിൽക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ ജീവിതം അത്ഭുതകരമായ സംഭവങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. സ്വാമികളെ നിഗൂഢതയുടെ ഒരു ലോകം ചുഴന്നിരിക്കുന്നു. മനുഷ്യരും പക്ഷികളും മൃഗങ്ങളും കീടങ്ങളും എല്ലാം ഉൾപ്പെട്ടതായിരുന്നു സ്വാമികളുടെ കുടുംബം. ഈശ്വര സൃഷ്ടമായ എന്തിനേയും സ്നേഹിച്ച സ്വാമികളുടെ ജീവിതം ഈ ഒരു ഓഡിയോ ബുക്കിൽ തെളിഞ്ഞ ഭാഷയിൽ തന്നെ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അതെ, ടോക്സൻസ് അവതരിപ്പിക്കുന്ന പുതിയൊരു അധ്യായം, ചട്ടമ്പി സ്വാമികൾ. തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തുള്ള ഒരു ഗ്രാമമാണ് മലയിൻകീഴ്. അവിടുത്തെ പ്രശസ്തമായ ഒരു നായർ തറവാടായിരുന്നു മച്ചിൽ പോനിയത്ത്. പാവനമായ പാരമ്പര്യമുള്ള കുടുംബമായിരുന്നു അത്. അവരുടെ പൂർവികർ പാണ്ഡിത്യത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും മേഖലകളിൽ പ്രശസ്തരായിരുന്നു. അസാമാന്യ പാണ്ഡിത്യത്തിനുടമയായിരുന്ന ഹരിഹര ശാസ്ത്രികളുടെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു പോനിയത്ത് തറവാട്ടിലെ ഈശ്വരപ്പിള്ള. ബ്രഹ്മജ്ഞാനിയായ ഈശ്വരപ്പിള്ള ഒരു ത്രിസന്ധിക്ക് ബ്രഹ്മനിഷ്ഠയിൽ ഇരുന്നു കൊണ്ട് സ്വന്തം ശരീരം ഉപേക്ഷിച്ചു എന്നാണ് കഥ. ഈ തറവാട്ടിലെത്തുന്ന മറ്റൊരു പ്രഗത്ഭനായ നാരായണ മൗനി തൻ്റെ സന്യാസ ജീവിതം കൊണ്ടും പാണ്ഡിത്യം കൊണ്ടും തിരുവിതാംകൂറിൽ ദിവ്യനായി അറിയപ്പെട്ടിരുന്നു. ഈ രണ്ട് മഹാജ്ഞാനികൾക്ക് പുറമെ ഉമ്മിണി നായാനാചാര്യർ എന്നൊരു പണ്ഡിത മഹാശയൻ കൂടി ആ തറവാട്ടിൽ അറിയപ്പെടുന്ന വ്യക്തികളിൽ ഉൾപ്പെട്ടിരുന്നു. ഇദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിനുള്ള അംഗീകാരമായി സ്വാതി തിരുനാൾ മഹാരാജാവ് ചെറിയൊരു തുക ഇദ്ദേഹത്തിന് അടുത്തൂൺ, അതായത് പെൻഷനായി അനുവദിച്ചു. ക്രമേണ ഈ കുടുംബത്തിന് സാമ്പത്തിക ക്ഷയം നേരിട്ടു. അങ്ങനെ ഈ കുടുംബത്തിലെ ദരിദ്രരായ ഒരു വിഭാഗം തിരുവനന്തപുരത്തിന് വടക്കുള്ള കൊല്ലൂർ ഗ്രാമത്തിൽ ഉള്ളൂർക്കോട്ട് താമസമാക്കി. ഉള്ളൂർക്കോട്ട് വീട്ടിലെ നങ്കാദേവി എന്ന പെൺകുട്ടിയെ വാസുദേവ ശർമ്മ എന്ന ദരിദ്ര ബ്രാഹ്മണൻ സംബന്ധം ചെയ്തു. സാത്വികരും ധർമ്മിഷ്ഠനുമായിരുന്ന അദ്ദേഹത്തിന്റെ ശരിയായ പേര് താമരശ്ശേരി അനന്ത ശർമ്മൻ എന്നായിരുന്നു. സ്വദേശം മാവേലിക്കരയായിരുന്നു. 1853 ആഗസ്റ്റ് 25-നായിരുന്നു വാസുദേവ ശർമ്മ നങ്കാദേവി ദമ്പതികൾക്ക് ആദ്യത്തെ കുഞ്ഞ് പിറന്നത്. ആ ആൺകുഞ്ഞിനെ അവർ അയ്യപ്പൻ എന്ന് പേര് നൽകി. പതിവ് പോലെ തങ്ങളുടെ കുഞ്ഞിന് ഒരു ചെല്ലപ്പോരും നൽകാനും അവർ മറന്നില്ല. കുഞ്ഞൻ എന്നായിരുന്നു അവർ തങ്ങളുടെ അരുമ സന്താനത്തെ സ്നേഹപൂർവ്വം വിളിച്ചിരുന്നത്. കുഞ്ഞിന് താഴെ ഒരു ആൺകുഞ്ഞും പെൺകുഞ്ഞും കൂടി ജനിച്ചു. വേലുക്കുട്ടി എന്നായിരുന്നു ആൺകുട്ടിയുടെ പേര്. 6 വയസ്സുള്ളപ്പോൾ അവൻ അകാല ചർമ്മം പ്രാപിച്ചു. നാണി എന്നായിരുന്നു കുഞ്ഞന്റെ അനിയത്തിയുടെ പേര്. കുട്ടിക്കാലത്ത് തന്നെ വീട്ടിലെ ദാരിദ്ര്യം കുഞ്ഞന്റെ ചുമലിൽ കഷ്ടപ്പാടിന്റെ മാറാപ്പ് കയറ്റിവെച്ചു. കുടുംബത്തിലെ നിത്യവൃത്തിക്കായി അയൽപ്പക്കത്തെ കുറ്റിക്കാടുകളിൽ പോയി പൂ പറിച്ച് മാല കെട്ടി കൊല്ലൂർ ക്ഷേത്രത്തിൽ ഏൽപ്പിക്കുകയായിരുന്നു കുഞ്ഞൻ ചെയ്തിരുന്നത്. ഇതുകൂടാതെ അയൽപ്രദേശത്ത് വളർന്നു നിന്നിരുന്ന താളും തകരയും ചീരയും പറിച്ചെടുത്ത് കൊല്ലൂർ മഠത്തിലെ അന്തർജനങ്ങൾക്ക് കറിവെക്കാൻ കൊടുക്കുന്നതും കുഞ്ഞന്റെ ജോലിയായിരുന്നു. ഇതിന് പ്രതിഫലമായി കുറച്ച് ഉണക്കലരി ചോറ് മാത്രമാണ് അവന് ലഭിച്ചിരുന്നത്. മഠത്തിൽ നിന്ന് അല്പം ഉപ്പും മുളകും തിരുപ്പെടുത്തി അത് ചേർത്ത് പാകപ്പെടുത്തി ഉണങ്ങലരി ചോറിൽ കഴിക്കുന്നതായിരുന്നു കുഞ്ഞന്റെ ഭക്ഷണം. സ്കൂളിൽ ചേർന്ന് പഠിക്കുവാനുള്ള യാതൊരു മാർഗവും കുഞ്ഞനുണ്ടായിരുന്നില്ല. പിതാവിൽ നിന്നാണ് കുഞ്ഞൻ മലയാളം അക്ഷരമാല പഠിച്ചത്. അയൽപക്കത്തെ കുട്ടികളുടെ പുസ്തകങ്ങൾ വാങ്ങി വായിക്കുന്നത് കുഞ്ഞന്റെ ശീലമായിരുന്നു. അങ്ങനെയാണ് അവൻ തമിഴും മലയാളവും കൂടുതൽ പഠിച്ചെടുത്തത്. ഈ പഠന പ്രക്രിയ മലയാളവും തമിഴും സുഗമമായി വായിക്കുവാൻ അവനെ സഹായിച്ചു. കൊല്ലൂർ മഠത്തിലെ ആൺകുട്ടികളെ സംസ്കൃതം പഠിപ്പിക്കുവാനായി ഒരു അധ്യാപകനെ നിയമിച്ചിരുന്നു. അദ്ദേഹം കുട്ടികളെ സംസ്കൃതം പഠിപ്പിക്കുന്ന സമയം കുഞ്ഞൻ മഠത്തിലെ മതിലിനപ്പുറത്തിരുന്ന് അത് കേട്ട് പഠിക്കുമായിരുന്നു. ഇന്നത്തെ കുട്ടികളുടെ സമൂഹത്തിന് ആലോചിക്കുവാൻ പോലും പറ്റാത്ത കാര്യമാണത്. ഒരു ദിവസം ഇപ്രകാരം മഠത്തിലെ ക്ലാസ് മുറിക്ക് പുറത്ത് മറഞ്ഞിരുന്ന് സംസ്കൃതം പഠിപ്പിക്കുന്നത് കേട്ട് അത് ഉരുവിട്ട് പഠിക്കുന്ന കുഞ്ഞനെ ആ ഗുരുനാഥൻ പിടികൂടി. എന്നാൽ ആ പ്രതിഭാധനനായ ബാലൻ സംസ്കൃത ഭാഷയിൽ ആർജിച്ചു കഴിഞ്ഞ മികവ് കണ്ട് അധ്യാപകൻ അതിശയിച്ചു. ഉദാര മനസ്കനായ അദ്ദേഹം കുഞ്ഞനോട് ബ്രാഹ്മണ ബാലന്മാർക്കൊപ്പം മുറിയിൽ കയറിയിരുന്ന് താൻ പറഞ്ഞു കൊടുക്കുന്നത് ഹൃദ്യസ്ഥമാക്കിക്കൊള്ളുവാൻ പറഞ്ഞു. താമസം വിനാ കുഞ്ഞൻ മറ്റു കുട്ടികളെ ബഹുദൂരം അതിശയിപ്പിച്ചുകൊണ്ട് സംസ്കൃതത്തിലേക്കുള്ള തന്നെ മികവ് കൂടുതൽ പ്രകടമാക്കി. കുഞ്ഞൻ പിള്ളയുടെ വിജ്ഞാനദാഹവും കാര്യങ്ങൾ അതിവേഗം ഹൃദയസ്ഥമാക്കുന്നുള്ള സിദ്ധിയും കണ്ട ഒരു ബന്ധു അദ്ദേഹത്തെ തിരുവനന്തപുരം പട്ടണത്തിലും പരിസര പ്രദേശങ്ങളിലും പ്രസിദ്ധനായ നിലത്തെഴുത്താശാൻ തിരുമധരപ്പേട്ട രാമൻപിള്ളയുടെ കളരിയിൽ പഠനത്തിന് കൊണ്ടുപോയി. പ്രായം കൂടിയവനും അതിബുദ്ധിമാനുമായതുകൊണ്ട് രാമൻപിള്ള കുഞ്ഞൻ പിള്ളയെ ക്ലാസിന്റെ മോണിറ്റർ അഥവാ ചട്ടമ്പിയായി നിയോഗിച്ചു.
ആശാനില്ലാത്തപ്പോൾ മറ്റു വിദ്യാർത്ഥികളെ നിയന്ത്രിക്കുക, അച്ചടക്കം പാലിക്കുന്നതിനുള്ള നടപടികളുടെ കൈകാര്യം എന്നിവ ചട്ടമ്പിയുടെ ചുമതലയിലുള്ള കാര്യമായിരുന്നു. ഈ നിലത്തെഴുത്ത് കളരിയിൽ നിന്ന് ലഭിച്ച ചട്ടമ്പി എന്ന വിശേഷണം, അതായത് കുട്ടികളെ ചട്ടം പഠിപ്പിക്കുന്ന ചട്ടമ്പിള്ള, പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ അംഗീകൃത വിശേഷണമായി തീർന്നത് ചരിത്രമാണ്. രാമൻപിള്ളയുടെ അടുത്ത് നിന്ന് പല കാര്യങ്ങളും കുഞ്ഞൻപിള്ള ഹൃദയസ്ഥമാക്കി. വേദാന്ത സംബന്ധമായ കൈവല്യ നവീനതം എന്നീ ഗ്രന്ഥം ഉൾപ്പെടെ മറ്റു ചില സവിശേഷ ഗ്രന്ഥങ്ങളും കുഞ്ഞൻപിള്ള ഗുരുവിന്റെ പക്കൽ നിന്ന് വായിക്കുവാൻ കൊണ്ടുപോയിരുന്നു. ഇതിനു പുറമെ രാമൻപിള്ളയിൽ നിന്ന് സംഗീതവും അദ്ദേഹം അഭ്യസിച്ചിരുന്നു. രാമായണത്തിന്റെയും മഹാഭാരതത്തിന്റെയും കിളിപ്പാട്ട് ശൈലിയിലുള്ള വ്യാഖ്യാനങ്ങൾ കുഞ്ഞൻപിള്ള സംഗീത നിബദ്ധമായി പല രാഗങ്ങളിലും വിസ്തരിച്ചു വായിക്കുമായിരുന്നു. രാമൻപിള്ളയുടെ അയൽവാസികളായ യുവാക്കൾ സംഗീത സൗന്ദര്യം തുളുമ്പുന്ന ഈ വായന കേൾക്കുവാനും അതുവഴി വന്ന് ഈ മഹാഗ്രന്ഥങ്ങൾ പഠിക്കുവാനുമായി അവിടെ വരിക പതിവായിരുന്നു. ഈ യുവാക്കളെ കൊണ്ട് ഈ ഗ്രന്ഥങ്ങൾ വായിപ്പിക്കുന്ന ജോലി കുഞ്ഞൻ ചട്ടമ്പി ഏറ്റെടുത്തു. രാമൻപിള്ളയുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കുഞ്ഞൻപിള്ള സദാസമയവും ഇത്തരം ഗ്രന്ഥപാരായണത്തിലൂടെ അവിടെ ചെലവഴിച്ചു. സംഗീതത്തിൽ കുഞ്ഞൻപിള്ള അസാമാന്യമായ ഉൽപ്പത്തി പ്രകടമാക്കിയിരുന്നു. രാമൻപിള്ളയാശാന്റെ കളരിയിൽ പഠിക്കുന്ന കാലത്ത് പലപ്പോഴും കുഞ്ഞൻപിള്ള അപ്രത്യക്ഷനാകുമായിരുന്നു. കുഞ്ഞൻപിള്ള ഏതെങ്കിലും ചീത്ത കൂട്ടുകെട്ടിൽ ചെന്ന് ചാടിയേക്കുമോ എന്ന സന്ദേഹം ആശാനില്ലാതിരുന്നില്ല. 1-2 തവണ ഈ അപ്രത്യക്ഷമായകൾ നിരീക്ഷിച്ച ശേഷം ഒരു സംഘം പഠിതാക്കളുമായി ചേർന്ന് ഇയാൾ എവിടേക്കാണ് പോകുന്നതെന്ന് അന്വേഷിച്ചു. അങ്ങനെ രാമൻപിള്ള ആ അന്വേഷണത്തിലേർപ്പെട്ടു. രാമൻപിള്ള ആശാനും സംഘവും ചേർന്ന് അടുത്ത വീടുകളിലെല്ലാം അന്വേഷിച്ചു. വീടുകളിലൊന്നും ഇദ്ദേഹത്തെ കണ്ടെത്തുവാൻ അന്വേഷണ സംഘത്തിനായില്ല. കുറെ സമയം നീണ്ടുനിന്ന തിരച്ചിലിനൊടുവിൽ കുറച്ചു മാറി സ്ഥിതി ചെയ്തിരിക്കുന്ന ഇടിഞ്ഞുപൊളിഞ്ഞ ഒരു കാളീക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ കുഞ്ഞൻപിള്ള ഒരു സന്യാസിയെ പോലെ മൗന പ്രാർത്ഥനയിൽ ഏർപ്പെട്ടിരിക്കുന്നത് കണ്ടു. ആളുകൾ അടുത്ത് ചെന്നപ്പോഴേക്കും കുഞ്ഞൻപിള്ളയിലെ സന്യാസി അതൊന്നും അറിഞ്ഞിട്ടേയില്ലായിരുന്നു. ചുട്ടും കത്തിച്ച് ചെന്ന ആ ചെറുപ്പക്കാരെ ആശാനും അത്ഭുതസ്പർദ്ധരായി നിന്നുവെന്ന് പറയേണ്ടതില്ലല്ലോ. കുഞ്ഞൻപിള്ള സന്യാസിക ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയ കാലത്ത് തന്നെയാണ് ജാതി വ്യവസ്ഥയ്ക്കെതിരെ അദ്ദേഹം പ്രതികരിച്ചത്. അക്കാലത്ത് സവർണരായി കരുതപ്പെട്ടിരുന്ന നായർ സമുദായത്തിൽപ്പെട്ടയാൾ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാൾക്കൊപ്പം ഭക്ഷണം കഴിക്കുന്നത് കുറ്റകരമായിരുന്നു. ഈ മലീമസമായ ജാതി വ്യവസ്ഥയ്ക്കെതിരെ കുഞ്ഞൻപിള്ള പ്രതികരിച്ചത് പ്രവൃത്തിയിലൂടെയായിരുന്നു. ഒരു കൂട്ടം ഈഴവ സുഹൃത്തുക്കൾക്കൊപ്പം കുഞ്ഞൻപിള്ള പരമേശ്വരൻ എന്നൊരു ഈഴവ സുഹൃത്തിന്റെ വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ചു. മാനേജർ എന്ന പേരിൽ അക്കാലത്ത് പ്രസിദ്ധനായിരുന്ന ഈ പരമേശ്വരന്റെ അനുജനായിരുന്നു പ്രശസ്തനായ ഡോക്ടർ പൽപ്പു. അറിവിനോടുള്ള അടങ്ങാത്ത ദാഹമായിരുന്നു ചട്ടമ്പിയെ മറ്റു വിദ്യാർത്ഥികളിൽ നിന്നും വ്യത്യസ്തനാക്കിയത്. ആ ബാലപ്രതിഭയുടെ ഓർമ്മശക്തി അപാരമായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞൻ ചട്ടമ്പി സാഹിത്യത്തോട് അഭിരുചി പ്രകടിപ്പിച്ചിരുന്നു. എല്ലാ ജീവജാലങ്ങളോടും അനുകമ്പയും സ്നേഹവും ബഹുമാനവും സൂക്ഷിച്ചിരുന്ന മനുഷ്യനായിരുന്നു കുഞ്ഞൻപിള്ള. അറിയാതെ പോയിപ്പോലും ഒരു പുഴുവിനെ പോലും വേദനിപ്പിക്കുന്നത് കുഞ്ഞൻപിള്ളയ്ക്ക് ആലോചിക്കുവാൻ കഴിയാത്ത കാര്യമായിരുന്നു. അങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റിയാൽ കുഞ്ഞൻപിള്ളയ്ക്ക് രാത്രിയിൽ ഉറങ്ങുവാൻ പറ്റാത്ത അവസ്ഥ സംജാതമാകും. വ്യായാമ മുറകളോടും കളികളോടും സവിശേഷ പ്രതിപത്തി ഉണ്ടായിരുന്ന കുഞ്ഞൻപിള്ള അവയിലെല്ലാം അനിസാധാരണമായ മികവ് കാണിച്ചിരുന്നു. സംഗീതത്തോടുള്ള അദ്ദേഹത്തിന്റെ ആദരവും ഭക്തിയും സവിശേഷമായിരുന്നു. സംഗീതോപാസനയിൽ ലയിച്ചിരുന്ന് തനിക്ക് ചുറ്റുമുള്ള ലോകത്തിലെ പോലും വിസ്മരിക്കുന്നവനായിരുന്നു അദ്ദേഹം. അതിമനോഹരമായ സ്വരമാധുരിക്കുടമയായിരുന്നു അദ്ദേഹം. ഭക്തികാവ്യങ്ങൾ അദ്ദേഹം വായിക്കുമ്പോൾ അതൊരു സ്ത്രീ വായിക്കുകയാണെന്ന തോന്നൽ ഉളവാക്കുമായിരുന്നു. അപൂർവമായ രാഗങ്ങൾ ആലപിക്കുവാനുള്ള ഇദ്ദേഹത്തിന്റെ സിദ്ധി സുപ്രസിദ്ധമായിരുന്നു. കഥകളിയോടടങ്ങാത്ത താല്പര്യം പുലർത്തിയിരുന്ന കുഞ്ഞൻപിള്ള ചട്ടമ്പി അതിസങ്കീർണമായ മുദ്രകൾ സ്വായത്തമാക്കി കഴിഞ്ഞിരുന്നു. വാദ്യോപകരണങ്ങൾ പ്രയോഗിക്കുന്നതിൽ ചട്ടമ്പിക്ക് അസാധാരണമായ വൈദഗ്ധ്യമുണ്ടായിരുന്നു. ചിത്രകലയിലും പ്രാഗൽഭ്യമുണ്ടായിരുന്ന കുഞ്ഞൻപിള്ളയ്ക്ക് പക്ഷേ സൗകര്യങ്ങളുടെ അഭാവം നിമിത്തം ആ സിദ്ധി വികസിപ്പിച്ചെടുക്കുവാനായില്ല. എന്നാൽ ഈ സുകുമാര കലകളിലും നടന കലകളിലുമൊക്കെ മികവൊന്നും അദ്ദേഹത്തെ ആ മേഖലകളിലേക്ക് ആകർഷിച്ചിട്ടേയില്ല. ആധ്യാത്മികമായ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുവാൻ ഈ കലാസിദ്ധികൾക്കൊന്നും സാധിക്കുകയില്ലായിരുന്നു. ജീവിതത്തിന്റെ നിഗൂഢമായ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന് സാധാരണ മനുഷ്യർ അനുഭവിച്ചറിയാത്ത അമേയമായ ആനന്ദവും ഇന്ദ്രിയഗോചരമില്ലാത്ത സനാതന സത്യവും കണ്ടെത്തുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ആധ്യാത്മിക പ്രഭാപൂരത്തിലേക്ക് പ്രവേശിക്കുവാൻ വേദാന്ത പരിജ്ഞാനം ആവശ്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അതിനുവേണ്ടി മലയാളത്തിലും തമിഴിലും രചിക്കപ്പെട്ട പൗരാണിക ഗ്രന്ഥങ്ങൾ അദ്ദേഹം വായിച്ചു. എന്നാൽ ഈ ഗ്രന്ഥങ്ങൾക്കപ്പുറമാണ് ആത്മജ്ഞാനം എന്ന് അദ്ദേഹം മനസ്സിലാക്കി.
ഭാരതീയ ആധ്യാത്മിക പാരമ്പര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ ഗുരുസങ്കല്പം. മഹാനായ ഒരു ഗുരുദേവന്റെ സാമീപ്യത്തിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ മനസ്സ് കേണിക്കൊണ്ടേയിരുന്നു. കാഷായ വസ്ത്രധാരികളായ സന്യാസിമാരോട് ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് വലിയ ആരാധന തോന്നിത്തുടങ്ങിയിരുന്നു. കുട്ടിക്കാലത്ത് പൂക്കളിർത്ത് കൊല്ലൂരിലെ ക്ഷേത്രത്തിൽ സമർപ്പിക്കുമായിരുന്ന ഇദ്ദേഹം ഇങ്ങനെയിരിക്കെ ഒരു ദിവസം ക്ഷേത്രത്തിലെത്തിയ കുഞ്ഞൻപിള്ള ജടാധാരിയായ ഒരു സന്യാസി ക്ഷേത്രത്തിലിരിക്കുന്നത് കണ്ടു. ആ സന്യാസിയുടെ ആധ്യാത്മിക തേജസ് ഒരു ഗുരുവിനെ തേടുകയായിരുന്ന ചട്ടമ്പിയെ ഹഠാത് ആകർഷിച്ചു. ചട്ടമ്പിക്ക് ആ സന്യാസിക്കൊപ്പം സഞ്ചരിച്ചാൽ കൊള്ളാമെന്ന് അതിയായ മോഹം തോന്നി. ഭിക്ഷാം ദേഹിയായ ആ സന്യാസി ക്ഷേത്ര ദർശനത്തിനു ശേഷം പുറത്തേക്കിറങ്ങവേ കുഞ്ഞൻ ചട്ടമ്പിയും ഒപ്പം കൂടി. ഒന്നും മിണ്ടാതെ ആ ഭിക്ഷുവിനെ അനുധാവനം ചെയ്തിരുന്ന കുഞ്ഞൻ എന്ന ബാലനെ ആ സന്യാസി കാണാതിരുന്നില്ല. കുറച്ചു ദൂരം നടന്നപ്പോൾ അവർ ഒരു കാട്ടിലെത്തിച്ചേർന്നു. അപ്പോൾ സന്യാസി തിരിഞ്ഞു നിന്ന് കുഞ്ഞൻപിള്ളയോട്, "നീ എന്തിനാണ് എന്നെ പിന്തുടരുന്നത്?" എന്ന് ചോദിച്ചു. തനിക്ക് ആ സന്യാസി വര്യന്റെ കൂടെ വന്നാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഭക്തിപരാവശ്യത്തോടെ കൈകൂപ്പിക്കൊണ്ട് ചട്ടമ്പി നൽകിയ മറുപടി അതായിരുന്നു: "ഇപ്പോൾ നീ എന്നെ പിന്തുടരേണ്ടതില്ലെന്നും അതിനുള്ള പ്രായമായിട്ടില്ലെന്നും തൽക്കാലം നിനക്കൊരു മന്ത്രം ഉപേക്ഷിച്ച് തരാമെന്നും ആ സന്യാസി കുഞ്ഞനോട് പറഞ്ഞു." ചട്ടമ്പി സ്വാമികളുടെ ആദ്യത്തെ ഗുരുവായിരുന്ന ഈ സന്യാസി ബാലമന്ത്രവും സുബ്രഹ്മണ്യ മന്ത്രവും ചേർത്തുള്ള ബാലസുബ്രഹ്മണ്യ മന്ത്രം എന്ന മന്ത്രസംയുക്തമാണ് അന്ന് ആ സന്യാസി ചട്ടമ്പിക്ക് ഉപദേശിച്ചത്. ഈ മന്ത്രോപദേശത്തോടൊപ്പം ചില അനുഷ്ഠാനങ്ങളെക്കുറിച്ചും അദ്ദേഹം ചട്ടമ്പി സ്വാമികൾക്ക് ഉപദേശം നൽകി. അതിനുശേഷം നിനക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഇതിൽ നിന്ന് ലഭിച്ചുകൊള്ളുമെന്ന് പറഞ്ഞ് സന്യാസി യാത്രയായി. സ്വാമികൾ ഒരു സുബ്രഹ്മണ്യ ഭക്തനായതും ഷൺമുഖദാസൻ എന്ന പേര് സ്വീകരിച്ചതും അതുകൊണ്ടായിരുന്നു. ബാലോഹൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ബാലമന്ത്ര താപസനായതുകൊണ്ടായിരിക്കാം ഈ പേര് സ്വീകരിച്ചതെന്ന നിഗമനം നിലവിലുണ്ട്. ചട്ടമ്പി സ്വാമികൾ ഈ ഭിക്ഷുവിനെ ഒരിക്കൽ കൂടി കണ്ടിട്ടുണ്ട്. തനിക്ക് സിദ്ധിച്ചതെല്ലാം ആ ഗുരുകടാക്ഷം കൊണ്ടാണെന്ന് അദ്ദേഹം കൂടെ കൂടെ പറയാറുണ്ടായിരുന്നു. ഈ മന്ത്രം തന്നെ പിൽക്കാലത്ത് ശ്രീനാരായണ ഗുരുവടക്കമുള്ള മറ്റു പല ശിഷ്യന്മാർക്കും അദ്ദേഹം ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവും ഷൺമുഖോപദലസനായിരുന്നു. ശ്രീനാരായണ ഗുരു ഈ മന്ത്രം പലപ്പോഴായി തൻ്റെ പല ശിഷ്യന്മാർക്കും ഉപദേശിച്ചിട്ടുണ്ടെന്ന് കാണുന്നു. സാധാരണ മന്ത്രശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നതല്ല ഈ മന്ത്രം എന്നതാണ് ഏറെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. അടുത്തത് ചട്ടമ്പി സ്വാമികളുടെ വിദ്യാഭ്യാസവും ജീവിതവൃദ്ധിയുമാണ്. തുടരും.